ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ക്യൂൻസ് ഗാലറി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതിന് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഫസ്റ്റ് പാർട്ട് 1 ഒന്നാം പെരുന്നാൾക്ക് എടുത്ത വീഡിയോ, അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ഞങ്ങൾ റാക്ക് മാളിലെത്തിയ വീഡിയോ ആണ്. റാസൽ കൈമയിൽ റാക്ക് മാളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ദുആമോൾ ഉറങ്ങായിരുന്നു വണ്ടിയിൽ നിന്ന്. അപ്പോൾ അങ്ങനെ വാക്കറിലേക്ക് എത്തിയിട്ടുണ്ടാവുള്ളേ. അപ്പോൾ ഞങ്ങൾ റാക്ക് മാളിലെത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് കാക്കാൻ്റെ മോന് ലുക്ക് വർക്ക് ചെയ്യണത്. അവൻ്റെ ജോലി ഇവിടെയാണ്. അപ്പോൾ അവനിപ്പോൾ ഡ്യൂട്ടി ടൈമിലാണ് പറഞ്ഞു. 12 മണി വരെ ഉണ്ട് ഡ്യൂട്ടി. അപ്പോൾ ഞങ്ങൾക്ക് 12 മണി വരെ ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഷാർജയ്ക്ക് തിരിച്ചങ്ങോട്ട് എത്തണ്ടേ. അപ്പോൾ ഇപ്പം തന്നെ ടൈം ഒരു 9 മണി കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഞങ്ങൾ എന്തായാലും അവനെ കണ്ടിട്ട് കുറച്ച് സംസാരിച്ചിട്ട് അങ്ങനെ പോവാൻ വിചാരിച്ചു. അങ്ങനെ കയറിയതാണ് കേട്ടോ. അപ്പോൾ അവന് വർക്ക് ചെയ്യണ റാക്ക്മാൻ്റെ ഉള്ളിൽ അവനെ വിളിച്ചിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കുട്ടിയുടെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ വാഷ്റൂമിൽ പോവാണ്. ഞങ്ങൾ പോയി വരുന്ന സമയം ആയപ്പോഴേക്കും കാക്കയൊക്കെ അവരെ കണ്ടിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ കണ്ട് ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. കുറേ സംസാരിച്ച് കുറേ ടൈം കഴിഞ്ഞ ഡ്യൂട്ടി ടൈം ഒരുപാട് ഇതാവണ്ട വിചാരിച്ചിട്ട്, അവനക്കൊരു ബുദ്ധിമുട്ടാവണ്ട വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ സംസാരിച്ച് അവനങ്ങനെ അവൻ്റെ ഡ്യൂട്ടിയിലേക്ക് പോയി. ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത ശേഷം ഞങ്ങൾ പിന്നെ അങ്ങനെ നേരെ റാക്ക്മാളിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോരുക ചെയ്തത്. അപ്പോൾ റാക്ക്മാളിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ടൊന്നും അങ്ങനെ പോയില്ല, കുറച്ച് ഭാഗമൊക്കെ അങ്ങനെ പോയി. കുട്ടികൾ ഉണർന്നപ്പോൾ പിന്നെ എല്ലായിടത്തും കൂടെയൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത ശേഷമാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ റാക്ക്മാൻ്റെ ഉള്ളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. ഫുള്ളായിട്ടുള്ള വീഡിയോ ഒന്നുമില്ല, ചെറു ഭാഗങ്ങൾ മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ റാക്ക്മാൻ്റെ ഉള്ളൊക്കെ ഫുള്ളൊന്ന് കണ്ടിട്ട് മേലെ ഞങ്ങൾ താഴേക്ക് ലിഫ്റ്റിൽ പോവാണ് കേട്ടോ. ഗ്ലാസിൻ്റെ ലിഫ്റ്റാണ്. മേലെ ഫുള്ളായിട്ട് ഇങ്ങനെ കാണും. നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ലിഫ്റ്റിൽ കയറുമ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ദുആമോൾ വാക്കറിൽ കടന്നിട്ടാണ് ലിഫ്റ്റിൽ നിന്ന് മേലെ നിന്ന് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ ലിഫ്റ്റിൽ നേരെ താഴേക്ക് പോവാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തിറങ്ങിയിട്ട് പോവുകയാണ്. അപ്പോൾ അവനക്ക് ഡ്യൂട്ടി ടൈം ആവുകൊണ്ട് ഞങ്ങൾ 12 മണി വരെ നിൽക്കാൻ പറ്റില്ല, നമുക്ക് ഷാർജയ്ക്ക് എത്തണ്ടേ. അപ്പോൾ ഞങ്ങൾ ഈ ടൈമിൽ തന്നെ ഇറങ്ങണം. ഞങ്ങളൊരു 10 മണി കഴിഞ്ഞേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി വന്ന അതേ ഭാഗത്ത് തന്നെ വന്നിട്ടുണ്ട്. കാരണം കാർ ഇവിടെ ഈ ഭാഗത്താണല്ലോ പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി വാക്കർ കാറിൽ വെച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ 10 മണി കഴിഞ്ഞില്ല. ഞങ്ങൾ നേരെ ഷാർജയിൽ പോയിട്ട് കാക്കാക്ക് സീ ഫുഡ് കഴിക്കണം പറഞ്ഞു. അപ്പോൾ ഫിഷിൻ്റെ എന്തെങ്കിലും ഐറ്റം കഴിക്കാൻ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് കഴിക്കാതെ അങ്ങനെ പോയത്. പിന്നെ അവനക്ക് ലുക്കൂനാണെങ്കിൽ പോരാനും പറ്റില്ല. അവന് ഡ്യൂട്ടി ടൈം ആവുകൊണ്ട് അവനക്ക് പോരാനും പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചില്ല. അപ്പോൾ ഞങ്ങൾ നേരെ പോവുകയാണ്. അപ്പോൾ രാത്രി ആവുകൊണ്ട് പുറത്തെ വീഡിയോ ഒന്നും ശരിക്കും എടുക്കാൻ പറ്റില്ല. കണ്ടോ, രാത്രി ആവുകൊണ്ട് ക്യാമറ ഒന്നും ക്ലിയർ ഇല്ല. അപ്പോൾ വീഡിയോ ഒന്നും അധികം എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഷാർജയിൽ എത്താറായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടൈം ഒരു 11:45 ആയിട്ടുണ്ട്. കണ്ടോ, ആ ക്ലോക്കിൽ നോക്കിയൊക്കെ 11:50 അതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെറിയൊരു പാർക്കാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഒരു സിഗ്നലിൻ്റെ ഭാഗത്താണ്. അപ്പോൾ സിഗ്നലിൽ നിന്ന് അപ്പോൾ അവിടെ ഒരു പാർക്കാണ്. കുട്ടികളൊക്കെ അങ്ങനെ ചാടി കളിക്കുന്നുണ്ട്. അപ്പോൾ ദുആമോളും ചാച്ചിയൊക്കെ പറയുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. ടൈം 12 മണി ആവാറായിട്ടുണ്ട്, 11:50 ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളിനി റെസ്റ്റോറൻറ്റൊക്കെ കുറേ നോക്കി. പെരുന്നാളാവുകൊണ്ട് കുറേ ഫുഡ് ഐറ്റംസ് കഴിഞ്ഞിരിക്കണു. ചില റെസ്റ്റോറൻറ്റൊക്കെ നേരത്തെ അടച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഞങ്ങൾക്ക് നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ട്. പനൂർ റെസ്റ്റോറൻറ്റ്, അവിടെയാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിലാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. ഒരുപാട് ആൾ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓരോ ഫാമിലി കഴിയുന്നതിനനുസരിച്ചാണ് ഓരോ ഫാമിലി ഉള്ളിലോട്ട് കയറ്റി വിടുന്നത്. അപ്പോൾ ഞങ്ങളൊരു അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത് കേട്ടോ. ഞങ്ങൾക്കും ഷീറ്റൊന്ന് കാലിയായിട്ട് കിട്ടാൻ ഒരുപാട് ആളങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5 ആളുള്ള ഷീറ്റാണ് ഞങ്ങൾക്ക് വേണ്ടത്. അങ്ങനെ 10 ആളുള്ള ഷീറ്റിന് അങ്ങനെ ഓരോ ഭാഗം കാലിയാവുമ്പോൾ അതിനനുസരിച്ചുള്ള ഓരോ ഫാമിലിയാണ് കേട്ടോ അവർ ആദ്യമായിട്ട് ഇരുത്തുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്കുള്ള ഷീറ്റ് കിട്ടി. ഞങ്ങളിതാ മെനു കാർഡൊക്കെ ഒന്ന് നോക്കുകയാണ്. അപ്പോൾ നല്ല ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഞങ്ങളങ്ങനെ കുറേ നോക്കിക്കൊണ്ടിരുന്ന് വെയിറ്റർ വന്ന് ചോദിച്ചപ്പോൾ പകുതി മുക്കാലും അത് സ്പെഷ്യലായിട്ടുള്ളതൊക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് പിന്നെ ഫിഷാണ് ഓർഡർ ചെയ്തത്. ഇക്കാക്ക് ഫിഷ് വേണം പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം പറഞ്ഞ് അവർ പോയി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ പൊറോട്ടയും അതുപോലെ ഗ്രേവിയും ചിക്കൻ കൊണ്ടാട്ടനും ഞങ്ങൾ ഓർഡർ ചെയ്തു. അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് അവർ പിന്നെ വീണ്ടും വന്നിട്ട് പറഞ്ഞ് ഫിഷ് ഐറ്റംസ് കഴിഞ്ഞിരിക്കണ്. അപ്പോൾ വേറെ പിന്നെ ഞങ്ങൾക്ക് എന്താ വേണ്ടത് നോക്കിയപ്പോൾ അതിൽ കബാബിൻ്റെ ഒരു കോംബോ ഉണ്ടായിരുന്നു. കബാബ്, ചിക്കൻ കബാബും അങ്ങനെ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളത്, റൊട്ടിയൊക്കെ പാടുള്ളത്. അപ്പോൾ ഞങ്ങൾ അതാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്.
അതും പൊറോട്ടയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഓർഡർ കിട്ടാൻ കുറച്ച് വെയിറ്റ് ചെയ്യണം നമ്മൾ. അപ്പോൾ അതാ അതിന് മുന്നേ നമുക്ക് കുറച്ച് സലാഡ് അതുപോലെ ഗ്രേപ്സിൻ്റെ ഒരു ജ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സലാഡ് എല്ലാവരും കഴിക്കാൻ തുടങ്ങി. നമ്മൾക്ക് ചെറിയൊരു ചെയറും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഗ്രേപ്പ് ജ്യൂസ് ചെറിയ കാവൻ്റെ ഗ്ലാസ്സൊക്കെ അല്ലേ, അത്രയേ ഉള്ളൂ കേട്ടോ ഉള്ളത്. ഞങ്ങളെ ചാച്ചുവിന് അത് തികഞ്ഞിട്ടില്ല. ഗ്രേപ്പ് ജ്യൂസ് നല്ല ഇഷ്ടമായിട്ടുണ്ട് അവന് വീണ്ടും വീണ്ടും ഇങ്ങനെ ലൈക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഇതാ ഉപ്പും നാരങ്ങനീരൊക്കെ വെച്ചിട്ട് ഇതാ സലാഡ് എല്ലാവരും കഴിക്കുകയാണ്. അപ്പോൾ സലാഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് ഇതാ നമ്മുടെ സൂപ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മട്ടൻ്റെ സൂപ്പാണ് ഞങ്ങൾ നോക്കിയപ്പോൾ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, കാണുമ്പോൾ ഒരു ഇത് ഗുമ്മില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി സൂപ്പായിരുന്നു. അപ്പോൾ എല്ലാവരും സൂപ്പൊക്കെ ഫുള്ളായിട്ട് കഴിച്ചിക്കണു. അതുപോലെ ഞങ്ങളിതാ സലാഡൊക്കെ കഴിച്ച് പാത്രം കാലിയായിട്ടുണ്ട്. സൂപ്പും ഇതുവരെ കഴിച്ചു. ഇനിതാ നമ്മുടെ കബാബിൻ്റെ കോംബോ എത്തിയിട്ടുണ്ട് കേട്ടോ. വാവ്, നോക്കിയൊക്കെ എന്ത് ഭംഗിയാണ്, നല്ല കളർഫുള്ളായിട്ടില്ലേ. ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, അതുപോലെ റൊട്ടി ഉണ്ട്, അതുപോലെ കബാബ് പല ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഇതാ സോസുകളൊക്കെ ഉണ്ട്. എല്ലാവരും കഴിക്കാൻ തുടങ്ങിട്ടോ. ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേനൊക്കെ അവരൊക്കെ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അത് ആദ്യം ഞാൻ കുറച്ച് ഗാർലിക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഒരു സ്പെഷ്യലായിട്ടുണ്ട് ഇതിൽ ചില്ലി പുളിയും എരിവും ഒക്കെ ഉള്ളതാണ്. അത് സ്പൈസി ആയിട്ടുള്ളതും അല്ല, മധുരം എരിവൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ തൂമ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കബാബ് ഒന്ന് ടേസ്റ്റ് നോക്കുകയാണ്. അപ്പോൾ കബാബും 2-3 തരം കബാബ് ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ എന്തായാലും കബാബ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സൂപ്പറായിരുന്നു കബാബ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നല്ല സോഫ്റ്റും ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ്റെ പീസ് വഴി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റാണ്, കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടല്ലോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ കബാബിൻ്റെ കോംബോയിലാണ് ഇതൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ ചിക്കനൊക്കെ ഈ തൂമിലും ഇതിലൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ചിക്കൻ ഗ്രില്ലഡും അതിൽ കൂടെ ഉണ്ടായിരുന്നു, ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ഉള്ളി നല്ല ഗ്രില്ലിൻ്റെ കൂടെ വെച്ചതാണ് തോന്നുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉള്ളി വേവിച്ചെടുത്തത്. അതുപോലെ ചിക്കൻ കബാബ് ഇതാ വേറൊരു ഐറ്റം, അങ്ങനെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ കബാബിൻ്റെ കൂടെയുള്ള റൊട്ടിയാണിത്, നല്ല മസാലയൊക്കെ ഉള്ളിലായിട്ടുള്ള നല്ല റൊട്ടിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഉപ്പും പുളിയൊക്കെ ഉള്ള ഒരു അടിപൊളി റൊട്ടിയായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങളിതാ ചിക്കൻ കൊണ്ടാട്ടവും പൊറോട്ടയും ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്നും കഴിക്കാൻ തോന്നിയില്ല, കഴിച്ചില്ല, കാരണം ഒരുപാട് ഐറ്റംസായി. അപ്പോൾ ഞങ്ങൾ പൊറോട്ടയും ചിക്കൻ ഇത് നമ്മൾ ഓർഡർ ചെയ്ത കാരണം അത് രണ്ടും പാർസൽ വാങ്ങിയിട്ട് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഫുഡ് ഐറ്റംസൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഇനി ഞങ്ങൾ നേരെ പോവുകയാണ്. അപ്പോൾ ഇതാ ഞങ്ങളൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കോയിൻസ് ഇട്ടാൽ ഇങ്ങനെ കളിക്കുന്ന ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതിൽ കയറണം പറഞ്ഞിട്ട് ഇതാ ചാച്ചും മോളും കയറിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് രണ്ടാൾക്കും അതിലേക്ക് കയറണം പറഞ്ഞിട്ട് അവർ രണ്ടാളും അതിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഇഷ്ടമായിക്കണം രണ്ടാൾക്കും. Kino. ഇനി പോരെ. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയി പിന്നെ വീണ്ടും വരാം. നാളെ 2ാം പെരുന്നാളാണ്. അപ്പോൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.